ഭൂമി വിട്ട് ആകാശത്തേക്ക് ഒരാൾ യാത്ര പോയി, സ്പേസിൽ പോയി എന്ന് വിചാരിക്കുക. മുഅ്മിനായ മുത്തഖിയായ ഒരു മനുഷ്യൻ അവിടെ വെച്ച് നിസ്കരിക്കേണ്ട സമയമാകുമ്പോൾ, ആ സമയം കണക്കാക്കുമ്പോൾ ആ മനുഷ്യന്റെ ഖിബല എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം, ആ മനുഷ്യന്റെ ഖിബല ഭൂമിയാണ്. ഭൂമിയാണ് ആ മനുഷ്യന്റെ ഖിബല. സൗരയൂഥത്തിനും പുറത്തേക്ക് മറ്റു ഗാലക്സികളിലേക്ക് ഒരാൾ യാത്ര പോയാൽ ആ മനുഷ്യന്റെ ഖിബല അദ്ദർബു തബ്ബാനയായിരിക്കും. എവിടെയാണോ ഈ കഅബാലയം ഉൾക്കൊള്ളുന്ന ഭൂമികയുള്ളത്, പ്രദേശമുള്ളത്, അത് മുഴുവനും ദൂരങ്ങൾ കഴിയും തോറും പ്രപഞ്ചത്തിന് ഖിബലയായി മാറുകയാണ്. അവിടേക്ക് തിരിഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ നിസ്കാരങ്ങൾ, ഔദ്യോഗികമായി നമ്മുടെ ആരാധനയാണ് നിസ്കാരം. പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ജല്ല ജലാലുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ റബ്ബ് തആല ദാനമായി, സമ്മാനമായി കൊടുത്തയച്ചത് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരമെന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 ആകാശ ലോകങ്ങളിലേക്ക് ബുറാഖിന്റെ പുറത്ത് കയറി ഹബീബ് നടത്തിയ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എവിടെ വെച്ചാണോ ഹബീബായ നിബിതങ്ങളുമായി അല്ലാഹു ജല്ല ജലാലു ലിഖാഇന് അവസരം ഒരുക്കിയത്, ആ മഖാമിൽ വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി നൽകുമ്പോ, സൃഷ്ടികളിൽ ദുർബലരായ നാം, കഴിവ് കുറഞ്ഞവർ നാം, ആയുസ് കുറഞ്ഞവർ നാം, പ്രപഞ്ചത്തിന്റെ അനന്തമായ സീമകളെ മുറിച്ചു കടക്കുന്നത് ചിന്തിക്കുക പോലും സാധ്യമല്ല എന്ന് മനസ്സിലാവുന്ന ഈ സയന്റിഫിക് യുഗത്തിൽ പോലും ആകാശഗോളങ്ങളെ കീറിമുറിച്ച് മിഅ്റാജ് ചെയ്ത ഹബീബിന്റെ മിഅ്റാജിനോളം നിങ്ങൾക്ക് അല്ലാഹുമായി അഭിമുഖ സംഭാഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് വുളു എടുത്ത് തുഹൂറോടുകൂടെ ശുദ്ധിയുള്ള സ്ഥലത്ത് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് അല്ലാഹുവിനോട് സംസാരിക്കാൻ കഴിയും.